കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് കള്ളാടി അനക്കാംപൊയിൽ തുരങ്കപാതയുടെ കേന്ദ്രാനുമതിക്ക് പിന്നിൽ പ്രവർത്തിച്ച ഗുരുതരമായ ഭരണപരമായ വീഴ്ചകളും തെറ്റായ റിപ്പോർട്ടിംഗും സംബന്ധിച്ച വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ദുരന്ത സാധ്യതകൾ നിലനിൽക്കുന്ന ഒരു പരിസ്ഥിതി ദുർബല മേഖലയെ അങ്ങനെയല്ല എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകിയെന്ന ആക്ഷേപം സംസ്ഥാനത്തിന്റെ നയരൂപീകരണത്തിലെയും ഭരണ നിർവഹണത്തിലെയും സുതാര്യതയെ പൂർണ്ണമായും ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. ഈ പദ്ധതിയുടെ പശ്ചാത്തലത്തിലേക്ക് കടക്കുമ്പോൾ പൊതുമരാമത്ത് വകുപ്പ് 2022 മെയ് മാസത്തിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഈ പ്രദേശം പരിസ്ഥിതി ദുർബല മേഖലയിലോ സംരക്ഷിത മേഖലയിലോ പെടുന്നില്ല എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കോഴിക്കോട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ റിപ്പോർട്ട് പ്രകാരം വനാവകാശ നിയമം ഇവിടെ ബാധകമല്ലെന്നും നഷ്ടപരിഹാര വനവൽക്കരണത്തിനുള്ള ഭൂമി പദ്ധതി പ്രദേശത്തില്ലെന്നും വ്യക്തമാക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈ തുരങ്കപാത കടന്നുപോകുന്ന വയനാട്ടിലെ വെള്ളരിമല വില്ലേജും കോഴിക്കോട്ടെ തിരുവമ്പാടി വില്ലേജും ഇക്കോ സെൻസിറ്റീവ് സോണിന്റെ പരിധിയിൽ വരുന്നവയാണ്. ഇത്തരം നിർണായകമായ ഔദ്യോഗിക വിവരങ്ങൾ മറച്ചുവെച്ചുകൊണ്ടാണ് കേന്ദ്രാനുമതി നേടിയെടുത്തുന്ന പരിസ്ഥിതി സംഘടനകളുടെ ആരോപണം. ഇവിടുത്തെ ബ്യൂറോക്രാറ്റിക് നയങ്ങളുടെ അധികാരികതയാണ് വിരൽ ചൂണ്ടുന്നത്. ഭരണപരമായ ഇത്തരം തീരുമാനങ്ങൾ വലിയ രീതിയിലുള്ള സാമൂഹിക സാമ്പത്തിക പാരിസ്ഥിതിക ആഘാതങ്ങളാണ് സംസ്ഥാനത്ത് സൃഷ്ടിക്കുന്നത്. മണ്ണിടിച്ചിലിന് അതീവ സാധ്യതയുള്ള മേഖലയായി സംസ്ഥാന പരിസ്ഥിതി ആഘാത വിദഗ്ധ സമിതി കണ്ടെത്തിയ 1960 മുതൽ ഉരുൾപൊട്ടലുകൾ സ്ഥിരമായി നടക്കുന്ന ഒരു പ്രദേശത്താണ് ഈ വൻകിട നിർമ്മാണം വിഭാവനം ചെയ്തിരിക്കുന്നത്. വിനാശകരമായ മുൻകാല ദുരന്തങ്ങൾ ഉണ്ടായ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ നിന്നും വെറും 5 കിലോമീറ്റർ മാത്രം അകലെയാണ് കള്ളാടി എന്നതും നിർദ്ദിഷ്ട തുരങ്കമുഖത്തു നിന്ന് പുത്തുമല ദുരന്തഭൂമിയിലേക്ക് 800 മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളതെന്നും വസ്തുതയായിരിക്കെ 32ഓളം ആദിവാസി ഊരുകളുടെ നിലനിൽപ്പിനെ കൂടി ബാധിക്കുന്ന ഈ പദ്ധതിയുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കേണ്ടത് അനിവാര്യമായി മാറുന്നു. കേവലം രാഷ്ട്രീയമായ തർക്കങ്ങൾക്കപ്പുറം വികസന പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ പാലിക്കേണ്ട സുസ്ഥിര വികസന നയങ്ങളും ഭരണഘടനാപരമായ ഉത്തരവാദിത്വങ്ങളും ഇവിടെ പൂർണ്ണമായും വിസ്മരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കൃത്യമായ ശാസ്ത്രീയ പഠനങ്ങളോ സുതാര്യമായ പരിസ്ഥിതി ആഘാത വിലയിരുത്തലുകളോ ഇല്ലാതെ ഇത്തരം തന്ത്രപരമായ റിപ്പോർട്ടുകൾ നിർമ്മിക്കപ്പെടുന്നത് ജനാധിപത്യ സംവിധാനങ്ങളിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ടബിലിറ്റിയെ തകർക്കുന്നതിന് തുല്യമാണ്. കൃത്യമായ വിവരങ്ങൾ ജനങ്ങളിൽ നിന്നും കേന്ദ്ര ഏജൻസികളിൽ നിന്നും മറച്ചുവെക്കുന്നത് ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതിൽ തർക്കമില്ല. സംസ്ഥാനത്തിന്റെ ഭാവി സുരക്ഷയെയും ജനാധിപത്യപരമായ സുതാര്യതയും ബാധിക്കുന്ന ഇത്തരം നയപരമായ വീഴ്ചകളെ കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടാകുക എന്നത് ഉത്തരവാദിത്വമുള്ള ഓരോ പൗരന്റെയും കടമയാണ്. വികസനവും പരിസ്ഥിതി സംരക്ഷണവും തമ്മിലുള്ള ഈ തുലനാവസ്ഥയെക്കുറിച്ചും ഭരണകൂടത്തിന്റെ ഇത്തരം നടപടികളെ കുറിച്ചുമുള്ള നിങ്ങളുടെ വസ്തുതാപരമായ വിലയിരുത്തലുകൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചർച്ച കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനായി വീഡിയോ പങ്കുവയ്ക്കുക.